ടി.പി. ചന്ദ്രശേഖരൻ ആ പേരിപ്പോഴും വർഷങ്ങൾക്കിപ്പുറവും മുഴങ്ങിക്കേൾക്കുന്നു. അത് സഭയിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയപ്പെടുത്തുന്നു. ഇന്നും അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതികൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി അവർക്കൊരു സ്വാതന്ത്ര്യം നൽകാനുള്ളൊരു നീക്കം, അതും വഴിവിട്ട നീക്കമാണ് CPM-ഉം സർക്കാരും നടത്താൻ ഉദ്ദേശിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ഒരുപോലെ തന്നെ വെട്ടിലാക്കിയിട്ടുണ്ട്. സാധാരണ അർഹരായ തടവുകാർക്ക് 15 ദിവസം മുതൽ 1 വർഷം വരെ പ്രത്യേക ഇളവ് നൽകാനുള്ള പട്ടിക തയ്യാറാക്കും. ആ പട്ടികയിലാണ് TP കേസ് പ്രതികളായ TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S അജിത് എന്നിവരുടെ പേരുകൾ തിരികെ കയറ്റിയത്. ഇതാണ് വിവാദത്തിന് തുടക്കം. അവിടെ നിന്ന് ഇവിടെ വരെയും സമാധാനം എന്തെന്നുള്ളത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. പോലീസ് റിപ്പോർട്ട് തേടി ജയിലിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തും പുറത്തു വന്നു. അതിനെതിരെ ശക്തമായി തന്നെ TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയും ഒപ്പം പ്രതിപക്ഷവും രംഗത്തെത്തി. അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് KK രമ സഭയിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക്, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണങ്ങൾക്ക് ഒന്നും മറുപടി പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത സാഹചര്യമുണ്ടായത്. എന്തിനേറെ പറയുന്നു, ഇന്ന് സഭയിൽ അദ്ദേഹത്തിന് മറുപടി നൽകാൻ നേരിട്ടെത്താൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. TP കേസുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതിരുന്നത് മറ്റെന്തോ ഭയന്നിട്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചത്. സഭയിലെത്താതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി നൽകിയതാകട്ടെ മന്ത്രി MP രാജേഷ്. ജയിൽ മോചനത്തിന് വേണ്ടി തെറ്റായ ഒരു പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് KS ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 BG അരുൺ, അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ OV രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. അതിനുശേഷമേ സഭയിലെത്താകൂ എന്നുള്ള നിർദ്ദേശം പോലും നൽകിയിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇല്ലെങ്കിൽ വായടഞ്ഞു പോവുകയും ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയും ചെയ്താൽ തൽക്കാലം തടിയൂരാൻ കഴിയുമെന്നാണ് വിചാരിച്ചത്. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കമുണ്ടെന്നുള്ളത് വെറും അഭ്യൂഹമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. അഭ്യൂഹമെന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന 3 ഉദ്യോഗസ്ഥരെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 3 ക്രിമിനലുകൾക്ക് ശിക്ഷാ ഇളവ് നൽകാനായി KK രമയുടെ മൊഴി പോലും പോലീസ് എടുത്തിരുന്നു. ശിക്ഷാ ഇളവ് നൽകുന്നത് അഭ്യൂഹമാണെന്നുള്ള വാദം അത് പൊയ്വാക്കല്ലേ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതിനുള്ള മറുപടി കൂടി മന്ത്രി നൽകണമെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. TP കേസിലെ പ്രതികൾ ഒരുപക്ഷെ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ CPM-ലെ പല ഉന്നത നേതാക്കളും അഴിക്കുള്ളിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാർട്ടിയെ വേട്ടയാടുന്ന ഭയവും ഇതുതന്നെയാണ്. അതുകൊണ്ട് പ്രതികൾ പാർട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. പാർട്ടിക്കും മുകളിലേക്ക് അവർ വളർന്നിരിക്കുന്നു. അവർക്ക് വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ താഴേക്കുള്ള എല്ലാ നേതാക്കൾക്കും പണി കിട്ടുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. പ്രതിപക്ഷ ആരോപണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വട്ടം കറങ്ങുകയാണ് അങ്ങനെ നേതൃത്വവും. പ്രതിപക്ഷ നേതാവിൻ്റെ സബ്മിഷന് മുൻപ് ധൃതിയിൽ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാനുള്ള നീക്കമായിരുന്നു ആഭ്യന്തര വകുപ്പ് ചെയ്തത്. അതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രിയും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കമില്ലെന്ന് പറഞ്ഞ സ്പീക്കറും സബ്മിഷൻ വേളയിൽ സഭയിലെത്താതിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ സന്ധ്യയ്ക്ക് ട്രൗസർ മനോജ് എന്ന പ്രതിയുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് കൊടുവള്ളൂർ പോലീസ് KK രമയുടെ മൊഴിയെടുത്തത്. ശിക്ഷാ ഇളവെന്നത് അഭ്യൂഹമാണെന്ന് സ്പീക്കർ പറഞ്ഞതനുസരിച്ചായിരുന്നു ഈ നടപടിയെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു.